ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ പനീർ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നുള്ളതാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: കുക്ക്ഡ് റൈസ് 2 കപ്പ്, പനീർ ക്യൂബ്സ് 150 ഗ്രാം, അത് നന്നായിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് വേണം. ഓയിൽ 2 ടേബിൾ സ്പൂൺ, അത് 1 ടേബിൾ സ്പൂൺ പനീർ ഫ്രൈ ചെയ്യാനും 1 ടേബിൾ സ്പൂൺ റൈസ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗാർലിക് ഒരു 4 ക്ലോസ് നന്നായിട്ട് ചോപ്പ് ചെയ്തത്, ഗ്രീൻ ചില്ലി 1, അല്ലെങ്കിൽ നന്നായിട്ട് കുറച്ചൊരു സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ 3 ആഡ് ചെയ്യുക. അതെല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തായിരിക്കണം. ക്യാരറ്റ് 1/2 കപ്പ്, ക്യാപ്സിക്കം 1/2 കപ്പ്, സ്പ്രിംഗ് ഒനിയൻ 1/4 കപ്പ്, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, വിനീഗർ 1 ടീസ്പൂൺ, സോൾട്ട് 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് പനീർ ഫ്രൈ ചെയ്യുകയാണ്. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പനീർ ക്യൂബ്സ് അതിലേക്ക് ആഡ് ചെയ്യണം. അതൊരു ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഏകദേശം 1-2 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. അതിനുശേഷം അത് മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നന്നായി ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും ഗ്രീൻ ചില്ലിയും അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഒരു 10 സെക്കൻഡ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വീണ്ടും നമ്മുടെ വെജിറ്റബിൾസ്, അതായത് ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒനിയൻ, സ്പ്രിംഗ് ഒനിയൻ ഇതെല്ലാം കൂടി ഇട്ട് ഒരു 1 മിനിറ്റ് നല്ല ഹൈ ഹീറ്റിൽ ഒന്നുകൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇടണം. ഈ കുക്ക് ചെയ്യുന്ന റൈസ് നമ്മൾ ഒരു ബസ്മതി റൈസ് ഏകദേശം അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്തിരിക്കുന്ന റൈസും സോയാ സോസും വിനീഗറും സോൾട്ടും പെപ്പറും എല്ലാം കൂടെ ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി നന്നായിട്ട് എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും പിന്നെ കുറച്ച് ചോപ്ഡ് ഒനിയൻ, സ്പ്രിംഗ് ഒനിയൻ ഇല്ലേ, അതും ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പനീർ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. 5 മിനിറ്റ് നേരം കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. If you have any ideas or suggestions, write it on the comment section, and like, subscribe and share the channel Travel Treats. Thank you for watching.